السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. പ്രിയമുള്ളവരെ, ദീക്ഷണഭാവങ്ങളുള്ള മഹൽ വ്യക്തിത്വങ്ങളെ പറ്റി നാം സംസാരിക്കുമ്പോൾ, നാം മനസ്സിലാക്കുമ്പോൾ അതിൽ വളരെയധികം പങ്കുവഹിച്ച ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു മഹാനായ നൂറുൽ ഉലമ എം.എ. അബ്ദുൽ ഖാദിർ ബിസ്മില്ലാർ നവറല്ലാഹു മർഖദഹു. 1924 ഭൂജാതനായ അദ്ദേഹം കേരളത്തിന്റെ ഒരു മൂലയിൽ ഇരുന്നു കൊണ്ട് ലോകചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു വ്യക്തിയായിരുന്നു. ഉസ്താദിനെ ഏൽപ്പിക്കപ്പെട്ട എല്ലാവിധത്തിലുള്ള അമാനത്തുകളും അതിൻ്റെ ഉത്തരവാദിത്തത്തോടു കൂടി അതിനെ പരിപാലിക്കുകയും അതുപോലെ തന്നെ വളരെ വ്യക്തതയോടുകൂടി അതിനെ ഉസ്താദ് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. പ്രസ്ഥാനത്തിൻ്റെയും അതുപോലെ തന്നെ സ്ഥാപനത്തിൻ്റെയും നേതൃപദവി അലങ്കരിച്ചിരുന്നതിനാൽ തന്നെ സാമ്പത്തികമായി വളരെ വലിയൊരു ഭദ്രത ഉസ്താദ് കൈവരിച്ചിരുന്നു. ഉസ്താദിന്റെ പക്കൽ 3 ബാഗുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തെ ബാഗിൽ സ്ഥാപനത്തിന്റെ സമ്പത്തും, രണ്ടാമത്തെ ബാഗിൽ പ്രസ്ഥാനത്തിന്റെ സമ്പത്തും, മൂന്നാമത്തെ ബാഗിൽ വ്യക്തിപരമായ സമ്പത്തും സൂക്ഷിച്ചു വെച്ച് ഇങ്ങനെ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ വലിയ സൂക്ഷ്മത പുലർത്തിയ ഒരു വ്യക്തിത്വമായിരുന്നു മഹാനായ നൂറുൽ ഉലമ എം.എ. ഉസ്താദ് അവர்கள். ഒരു കാര്യത്തിന് വേണ്ടി മാറ്റിവെച്ച സമ്പത്ത് മറ്റൊരു കാര്യത്തിന് ഉപയോഗിക്കുന്നത് ഉസ്താദ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഉസ്താദിന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് മറ്റുള്ളവർ സാമ്പത്തികമായി സഹായിക്കുന്നതും ഉസ്താദ് അത്രമേൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യമായിരുന്നു. അഥവാ അങ്ങനെ ആരെങ്കിലും തന്നെ സാമ്പത്തികമായ സഹായമായി വന്നാൽ സഅദിയയുടെ റെസിപ്റ്റ് ഉണ്ടെങ്കിൽ ആ റെസിപ്റ്റ് മുറിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവം ഉസ്താദിനുണ്ടായിരുന്നു. ഒരിക്കൽ ഉസ്താദ് ഒരു രോഗശയ്യയിൽ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയുണ്ടായി. അപ്പോൾ അവിടുത്തെ ഒരു ടെസ്റ്റിന്റെ ബില്ല് തന്റെ മകൻ അടച്ചു. ഇതറിഞ്ഞ ഉസ്താദ് അവറുകൾ ആ മകനെ വിളിച്ച് ശാസിക്കുകയുണ്ടായി. എന്റെ ചികിത്സക്ക് ആവശ്യമായ പണം ഞാൻ കൊണ്ടുവന്നിട്ടില്ലേ, പിന്നെന്തിനാണ് നീ നിന്റെ കയ്യിൽ നിന്ന് കാശെടുത്ത് ബില്ലടച്ചത് എന്ന് ചോദിച്ച് വളരെ വലിയ രീതിയിൽ തന്നെ ഉസ്താദ് തന്റെ മകനോട് പ്രതികരിക്കുകയുണ്ടായി. ഉസ്താദിന്റെ ഓരോ ചലനങ്ങളിലും ഉസ്താദ് മറ്റൊരു ദേശത്തേക്ക് ഇതേപോലെ ഹോസ്പിറ്റലിലേക്ക് 2-3 ദിവസം താമസമായി പോകുന്നുണ്ടെങ്കിൽ ഉസ്താദിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും, ഉസ്താദിന്റെ സമ്പത്തും മറ്റെല്ലാ കാര്യങ്ങളും ഉസ്താദ് കൊണ്ടുപോയിരുന്നു. ഉസ്താദ് മുറുകെ പിടിക്കുന്ന ഏറ്റവും വലിയ ഒന്നാണ് സുന്നത്ത് എന്നുള്ളത്. നമുക്കേവർക്കും അധിക ആളുകൾക്കും പരിചയമില്ലാത്തൊരു സുന്നത്താണ് പല്ലിട കുത്തുക എന്നുള്ളത്. മഹാനായ നൂറുൽ ഉലമ എം.എ. ഉസ്താദ് തന്റെ എല്ലാ ചലനങ്ങളിലും പല്ലിട കുത്താൻ വേണ്ടി ഈർക്കിൽ കഷ്ണം പൊതിഞ്ഞു പോകുന്നവരായിരുന്നു. നമ്മുടെ സ്ഥാപനത്തിന്റെ നടത്തിപ്പ് അത് നല്ല രീതിയിലാകാൻ വേണ്ടി വിദേശികളുമായി അഗാധമായ ബന്ധം സ്ഥാപിച്ച ഒരു വ്യക്തിയായിരുന്നു എം.എ. ഉസ്താദ്. UAE രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദിന്റെ വിയോഗ വാർത്ത അറിഞ്ഞ ഉസ്താദ് ഷെയ്ഖ് സായിദിനെ പറ്റി ഒരു കവിത എഴുതുകയും ആ കവിത UAE പ്രസിദ്ധമായ ഒരു വാർത്താ ഏജൻസി അൽ ഇത്തിഹാദ് എന്ന വാർത്താ ഏജൻസി ഇന്ത്യ കണ്ണീർ പൊഴിക്കുന്നു എന്ന ശീർഷകത്തിൽ അത് വളരെ പ്രശസ്തിയോടുകൂടി പ്രസിദ്ധീകരിക്കുകയുണ്ടായി. വർഷങ്ങൾക്ക് മുമ്പ് സഅദിയ സമ്മേളനത്തിൽ ഉദ്ഘാടകനായി വന്ന ഒരു മഹാപണ്ഡിതൻ നൂറുദ്ദീൻ സാലിമി എന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹം ഉസ്താദിനെ പറ്റി പറഞ്ഞത് സമയങ്ങളെ കീഴ്പ്പെടുത്തി മുന്നോട്ടോടുന്ന വ്യക്തി എന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഉസ്താദിന്റെ സമയക്രമീകരണങ്ങൾ ഉസ്താദുമായി അടുപ്പത്തിലുള്ളവർക്ക് മാത്രമല്ല മനസ്സിലായത്. ഉസ്താദിന്റെ ഓരോ ചലനങ്ങളിലും ഉസ്താദിന്റെ ഓരോ ഘട്ടങ്ങളിലും ഉസ്താദ് സമയക്രമീകരണം വളരെ ഭദ്രതയോടുകൂടി ഉസ്താദ് സൂക്ഷിച്ചിരുന്നു. കേരളീയർക്ക് വളരെ പരിചിതമായ ഒരു വ്യക്തിയാണ്
ബഗ്ദാദിൽ ജനിച്ച് ഇപ്പോൾ തുർക്കിയിലുള്ള സ്വബാഹുദ്ദീൻ റിഫായി, മഹാനായ അഹമ്മദ് കബീർ റിഫായി തങ്ങളവരുടെ പരമ്പരയിൽ വന്ന അദ്ദേഹത്തോട് ഉസ്താദിന് അഗാധമായ ബന്ധമുണ്ടായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ നൂറുൽ ഉലമ എൻ്റെ ഷെയ്ഖാണ് എന്ന് വരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രവുമല്ല, എം.എ. ഉസ്താദിന് നൂറുൽ ഉലമ എന്ന് നാമകരണം ചെയ്ത് അത് ആദ്യമായി വിളിച്ചതും സ്വബാഹുദ്ദീൻ റിഫായി അവറുകളായിരുന്നു. യു.എ.ഇ ഗവൺമെന്റിന്റെ കീഴിൽ അൽ വാദിഉൽ അവ്വൽ എന്ന വളരെ മഹത്തായ ഒരു സ്ഥാനം കൈവരിച്ച, ആ പദവി അലങ്കരിക്കുന്ന അഷേഖ് അഹമ്മദ് നൂറുദ്ദീൻ സാമിൽ എന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ പരിചാരകരും ഉസ്താദിന്റെ അഗാധമായ അറിവ് മൂലം, ഉസ്താദിന്റെ അഗാധമായ പാണ്ഡിത്യം മനസ്സിലാക്കി ഉസ്താദിനെ റഈസുൽ ഉലമ എന്ന് വിശേഷിപ്പിച്ചു. അങ്ങനെ ഉസ്താദ് ലോകത്തിന്റെ നാനാദിക്കിലുമുള്ള പണ്ഡിതന്മാരുമായി അഗാധമായ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് നാം ഇന്ന് കാണുന്ന ജാമിഅ സഅദിയ അറബിയ ഈ ഒരു നിലയിലേക്ക് പരിവർത്തനപ്പെടാൻ ഏറ്റവും മുഖ്യമായ കാരണമാണ് ഉസ്താദിന്റെ ഇത്തരത്തിലുള്ള അറബി ബന്ധങ്ങൾ എന്നുള്ളത്, മറ്റു പണ്ഡിത ബന്ധങ്ങൾ എന്നുള്ളത്. ചെറുപ്പം മുതൽക്ക് തന്നെ വായനാശീലം ഉസ്താദിന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി ഉസ്താദ് കൊണ്ടു നടന്നിരുന്നു. ദൈനംദിന പത്രങ്ങൾ വായിച്ചുകൊണ്ട് കയ്യിൽ കിട്ടിയ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു എം.എ. ഉസ്താദിന്റെ. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ തന്നെ രാഷ്ട്രീയത്തെ പറ്റി പഠിക്കുകയും ആ കാലത്ത് ഉസ്താദിന്റെ ആദ്യകാലത്ത് മുസ്ലിം ലീഗിൽ അംഗത്വം എടുക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് മുസ്ലിം ലീഗിൽ സജീവമായി പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു എം.എ. ഉസ്താദ്. പിന്നീട് 1951 സമസ്ത വിഷയങ്ങളിൽ സജീവമായ ഉസ്താദ് അവറുകൾ ലീഗുമായി അകലുകയായിരുന്നു. യഥാർത്ഥത്തിൽ ലീഗുമായി ശാരീരികമായി അകലുകയായിരുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം മാനസികമായി അന്നത്തെ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ആ പണ്ഡിതന്മാരെ ബഹുമാനിച്ചുകൊണ്ട് അവരോടുമായുള്ള ബന്ധം കൊണ്ട് മാനസികമായി ഉസ്താദിന് ലീഗുമായി അടുപ്പമുണ്ടായിരുന്നു. അങ്ങനെ മാനസികമായി അകലുന്ന ഉസ്താദ് പിന്നീട് മുസ്ലിം ലീഗ് സുന്നി പണ്ഡിതന്മാരുടെ ബഹുഭൂരിപക്ഷം വരുന്ന സുന്നി പണ്ഡിതന്മാരുടെ കൂട്ടായ്മയായ സമസ്തയെ പിളർപ്പാക്കാൻ ശ്രമിക്കുന്നത് മനസ്സിലാക്കി ഇത്തരത്തിലുള്ള ലീഗ് രാഷ്ട്രീയ അജണ്ടകൾ നമ്മുടെ ഇസ്ലാമിന്റെ ശക്തിയെ ഇല്ലാതാക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉസ്താദ് പൂർണ്ണമായും ലീഗിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. മാത്രവുമല്ല, അന്ന് ഉസ്താദ് ആ കാലത്ത് ലീഗുമായി ബന്ധപ്പെടാനുള്ള ഒരു മുഖ്യ കാരണം എന്തെന്നാൽ പട്ടേലിനെ പോലുള്ളവരുടെ രാഷ്ട്രീയ നിലപാടുകൾ, വർഗീയ നിലപാടുകൾ, പരാമർശങ്ങളും അതുപോലെ തന്നെ തീവ്ര ഹൈന്ദവ നിലപാടുമായി കോൺഗ്രസ് ഒരു ഭാഗത്തും മറുഭാഗത്ത് മതനിരാസ പ്രത്യയശാസ്ത്രവുമായി കമ്മ്യൂണിസ്റ്റുകളും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിക്കുമ്പോൾ മതപരമായ അസ്തിത്വവും അതുപോലെ തന്നെ മതപരമായ പാരമ്പര്യവും സംസ്കാരവും ശക്തിപ്പെടുത്താൻ വേണ്ടി മുസ്ലിങ്ങൾ തന്നെ രാഷ്ട്രീയത്തിൽ തുനിഞ്ഞിറങ്ങിക്കൊണ്ട് മുസ്ലിം രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തണം എന്ന് മനസ്സിലാക്കിയായിരുന്നു ഉസ്താദ് അന്ന് ലീഗിൽ അംഗത്വം എടുത്തതും ലീഗിൽ സജീവമായി പ്രവർത്തിച്ചതും രാഷ്ട്രീയത്തിൽ ഇടപെട്ടതുമൊക്കെ. പിന്നീട് പല കാരണത്താലും ഉസ്താദ് രാഷ്ട്രീയത്തെ എതിർക്കുകയുണ്ടായി. നമുക്കറിയാം, സോഷ്യലിസം, കമ്മ്യൂണിസം പോലത്തെ കാര്യങ്ങളെ ഉസ്താദിനോളം എതിർത്ത ഒരു ഗ്രന്ഥകാരനുണ്ടോ എന്ന് നമുക്ക് ചിലപ്പം സംശയം ഉന്നയിക്കാൻ സാധിക്കും. കാരണം ഉസ്താദിന്റെ തൂലിക ചലിപ്പിച്ചുകൊണ്ട് അത്രത്തോളം വളരെ വ്യക്തമായ രീതിയിലായിരുന്നു സോഷ്യലിസത്തെയും കമ്മ്യൂണിസത്തെയും ഒക്കെ ഉസ്താദ് എതിർത്തിട്ടുണ്ടായിരുന്നത്. അത്രത്തോളം എതിർത്ത മറ്റൊരു വ്യക്തി ഉണ്ടാവുമോ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോകും. അതുപോലെ തന്നെ ഓരോ കാലഘട്ടത്തും ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന വഹാബിസത്തെയും മൗദൂദിസത്തെയും തബ്ലീഗിനെയും ഒക്കെ ഉസ്താദ് വളരെ ശക്തമായി എതിർത്തിരുന്നു. അങ്ങനെ സ്വന്തത്തെക്കാൾ സമൂഹത്തിന് പ്രാധാന്യം കൽപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു മഹാനായ നൂറുൽ ഉലമ എം.എ. ഉസ്താദ് അവറുകൾ. ആ ഉസ്താദിനെ നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന്
പ്രാർത്ഥിച്ചുകൊണ്ട് സമയത്തിന്റെ അഭാവത്താൽ വാക്കുകൾക്ക് വിരാമം വിടുന്നു. വാഖിറു ദഅവാഹും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.